എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡെൽ ഓപ്റ്റിപ്ലെക്സ് ഡെസ്ക്ടോപ്പ് PCBയുടെ ഒരു പവർ സപ്ലൈ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പവർ സപ്ലൈ. ഇതൊരു നമ്മൾ ബെഡ് ടൈപ്പിലുള്ള ഡെസ്ക്ടോപ്പ് PC ആണ്. അപ്പോൾ അതിൽ വരുന്ന പവർ സപ്ലൈ ഈ ടൈപ്പ് ആയിരിക്കും, ഇങ്ങനെ നീളം കൂടിയിട്ടുള്ള. ഇത് ഡെല്ല് കോർപ്പറേഷൻ. ഇത് മോഡൽ നമ്പർ AC 240 AS00 എന്ന് പറയുന്ന മോഡലാണ് ഈ പവർ സപ്ലൈ വരുന്നത്. അപ്പോൾ ഇത് നോ പവർ ഇഷ്യൂ, വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് അഴിക്കുന്നതിന് മുന്നേ തന്നെ 2 ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ പവർ കൊടുത്തിട്ട് ഈ ഇവിടെ കാണുന്ന ഈ LED, ഇതൊരു സ്വിച്ചാണ്. ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ LED കത്തും. ഈ LED കത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഡാമേജസ് ഉണ്ട്. അപ്പോൾ ഈ LED കത്തുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഇതിനകത്ത് പവർ കയറുന്നുണ്ടോ. പവർ നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സീരിയൽ കൊടുത്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ. സീരിയൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ സീരിയൽ ബൾബ് ഫുൾ റേഞ്ചിൽ കത്തും. അങ്ങനെ കത്തിയില്ലെന്നുണ്ടെങ്കിലും ഇത് ഡാമേജസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഫാന് ഈ സൈഡിലാണ് ഫാൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം സീരിയലിൽ കണക്ഷൻ കൊടുക്കാം. ഞാൻ സീരിയൽ കണക്ഷൻ കൊടുത്തപ്പോഴത്തേക്കും അവിടെ ബൾബ് കത്തിയിട്ടങ്ങ് ചെറുതായിട്ട് കത്തിയിട്ടങ്ങ് ഓഫായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻറ്റേർണലി പവർ അതിനകത്ത് കയറിയിട്ടുണ്ട്, ഫ്യൂസൊന്നും പോയിട്ടില്ല. ഞാൻ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യാണ്. ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ടും ഈ ലൈറ്റ് കത്തുകയോ നമ്മുടെ സീരിയൽ ബൾബ് പ്രകാശിക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ PFC സർക്യൂട്ടൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അതിനർത്ഥം. പ്രൈമറി വോൾട്ടേജ് ആയിട്ടുള്ള, പ്രൈമറി അല്ല സെക്കൻഡറിയിൽ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് 5 വോൾട്ട് റെഗുലേറ്റ് ആവുന്നില്ല. ആ 5 വോൾട്ട് കയറാത്തത് കൊണ്ടിട്ടാണ് ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ലൈറ്റ് കത്താത്തത്. അപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ആ ഒരു സെക്ഷനാണ്. അതിന് വേണ്ടി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഫുള്ളായിട്ട് വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ അതൊരു L ഷേപ്പിലുള്ള ബോഡിയാണ്. ഇതാണ് ഇതിനകം. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് നിന്ന് ഈ ബോർഡ് വെളിയിലോട്ട് ഇളക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോർഡിലായിട്ട് 2 സ്ക്രൂ ഉണ്ടാവും. 2 സ്ക്രൂ ആദ്യം അഴിച്ചെടുക്കുക. ഇത് അഴിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ കൊടുത്ത സമയത്ത് ആ കപ്പാസിറ്റർ ചാർജ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് പവർ നിൽക്കുകയാണ്. അതങ്ങനെ പെട്ടെന്ന് വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങിപ്പോകില്ല. സൂപ്പർ കപ്പാസിറ്ററുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റി കൂടിയ കപ്പാസിറ്റർ, അതിൽ നല്ല രീതിയിൽ ചാർജ് നിൽക്കും. അപ്പോൾ ഇവനെ ഞാൻ പുറത്തെടുത്തിട്ടാണ് വരാം. അപ്പോൾ ഇതാണ് അതിനകത്തിരുന്ന ബോർഡ്. ചെക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ 5 വോൾട്ടാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകം ഒരു സെക്ഷൻ ഉണ്ടാവും, ഒരു പ്രത്യേക പവർ സപ്ലൈ അതിന് മാത്രമായിട്ടുണ്ടാവും. പിന്നെ വരുന്നത് മെയിൻ സപ്ലൈ എന്ന് പറയുന്നത്. മെയിൻ സപ്ലൈ പിന്നെ സ്റ്റാൻഡ് ബൈ റിലീസായതിന് ശേഷം മെയിൻ സപ്ലൈ ചാലു ആകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് മെയിൻ പിന്നെ 5 വോൾട്ട് സ്റ്റാൻഡ് ബൈ സപ്ലൈ ആണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത്. അത് ആ സർക്യൂട്ട് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ചോപ്പറാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ രണ്ട് ചോപ്പർ ഉണ്ടാവും. ഇത് മെയിൻ സപ്ലൈ ചോപ്പർ, ഇത് സ്റ്റാൻഡ് ബൈ സപ്ലൈ ചോപ്പർ. അപ്പോൾ ഈ 2 ചോപ്പറുമാണ് വോൾട്ടേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. ഏതാണ് 5 വോൾട്ട്. ഈ ഒരു ചോപ്പറാണ് നമ്മുടെ 5 വോൾട്ട് സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ വോൾട്ടേജ് വന്നാൽ മാത്രമേ നമ്മൾ ഈ കാണുന്ന സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തുകയും ഇതിൻ്റെ മെയിൻ സപ്ലൈ ഓൺ ആവുകയും ചെയ്യുള്ളൂ.
അപ്പോൾ ഈ ലൈറ്റ് കത്താത്തതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു സെക്ഷനാണ് നോക്കേണ്ടത്. ഇതിൻ്റെ സ്വിച്ചിങ് ഐ സിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ സ്വിച്ചിങ് ഐ സി നമുക്ക് നോക്കാം. അപ്പോൾ സ്വിച്ചിങ് ഐ സി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്വിച്ചിങ് ഐ സി എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലത്തെ ക്യാപ്പ് ഇത് കണക്ക് പൊട്ടി TNY 280 PN ഇതാണ് ഈ ഒരു ചിപ്പിൻ്റെ നമ്പർ. നമ്മുടെ കയ്യിൽ ഉള്ളത് നോക്കാം. ഇപ്പോൾ എൻ്റെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് TNY 279 അപ്പോൾ ഇതിൽ നിന്ന് ഈ 279 280 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഐ സി ഇളക്കി മാറ്റിയിട്ട് നമുക്ക് ഈ TNY 279 ഐ സി ഇതിനകത്ത് സോൾഡർ ചെയ്ത് വയ്ക്കാം. അതിന് മുന്നേ ഇതിൻ്റെ ആ ചാർജ് ആയിട്ടുള്ള ആ ഒരു വോൾട്ടേജ് ഡിസ്ചാർജ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വോൾട്ടേജ് എല്ലാം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐ സി അഴിച്ചെടുക്കാം ഇതിനകത്തുനിന്ന്. പൊട്ടിപ്പോയ ഐ സി മാറ്റി അവിടെ വേറൊരു ഐ സി നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പവർ കൊടുത്ത് നോക്കാം. ഇപ്പോഴും സീരിയലിലാണ് കൊടുക്കുന്നത് കേട്ടോ. സീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇവിടുത്തെ LED കത്തുന്നില്ല. LED പ്രസ് ചെയ്താലും കത്തുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് നമുക്ക് എത്ര വോൾട്ട് ഉണ്ട്? 318 വോൾട്ട് വരുന്നുണ്ട്. 318 വോൾട്ട്. ഇവിടുത്തെ ചോപ്പറിൽ വോൾട്ടേജ് വരുന്നില്ല. $119. ഓക്കെ, ഇവിടുത്തെ ഫ്യൂസ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ 318 ഉണ്ട്. ഈ സൈഡിൽ 3 വോൾട്ടേ ഉള്ളൂ. കപ്പാസിറ്റർ ചാർജായി നിൽക്കുന്നത്. ഡിസ്ചാർജ് ചെയ്യുക. ഇപ്പോൾ ഫുള്ളായിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഇതിനകത്തൊരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഉണ്ട്. ഇനി ഇതിലുള്ള ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഇരിക്കുന്ന സൈഡ് നമുക്ക് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ മെയിൻ 318 പോസിറ്റീവ് സപ്ലൈ. ഇവിടെ നിന്ന് ഒരു ജമ്പർ ഇട്ട് നേരെ ഇവിടെ വരും. ഇവിടെ നിന്ന് ഒരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഇട്ട് ഈ ഒരു കണക്ഷൻ ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഈ ചോപ്പറിൽ കയറി ഇറങ്ങി നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ ഡ്രെയിനിലോട്ട്, ഈ സ്വിച്ചിങ് ഐസിയുടെ ഡ്രെയിനിലോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇതുവരെ സപ്ലൈ വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സപ്ലൈ വരുന്നില്ല. അപ്പോൾ ഈ ഫ്യൂസബിൾ റെസിസ്റ്റൻസ് നമ്മൾ അഴിക്കണം. ഇത് അഴിച്ചിട്ട് നമുക്കിവിടെ വേറൊരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഇടാം. ഈ ഒരു റെസിസ്റ്റൻസ് ആണ് ഉണ്ടോ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 2 ohmോ 1 ohmോ റെസിസ്റ്റൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, നമുക്കിവിടെ വേറൊരു റെസിസ്റ്റൻസ് ഇടാം. ഇവിടെ ഈ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് ഞാനൊരു 10 ohm 2 വാട്ടിൻ്റെ ഒരു ഫ്യൂസബിൾ റെസിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ കാണാം ഈ ഇരിക്കുന്ന റെസിസ്റ്റൻസ്. ഇടാനും എടുക്കാനൊക്കെ ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാതിരുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിനകത്തോട്ട് ഇത് ഇരിക്കുന്നതുകൊണ്ട് അതിനകത്തോട്ട് അത് വെക്കാനും വെച്ച് സോൾഡർ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് പവർ കൊടുത്ത് നോക്കാം. പവർ കൊടുത്തിട്ട് ഈ സ്വിച്ചിൽ പ്രസ് ചെയ്ത് നോക്കാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. ഇപ്പോൾ ഇതിനകത്തോട്ട് ഇത് സപ്ലൈ വന്നിട്ടുണ്ട്. അതാണ് സീരിയൽ ബൾബ് കത്തിയിട്ടാണ് അണഞ്ഞത്. ഇനി ഞാനിത് പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ PFC സർക്യൂട്ട് ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്.
അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഈ ലൈറ്റ് കത്തിയിട്ട് ഇതിങ്ങനെ ബ്ലിങ്കായി നിൽക്കുന്നത്. ഓക്കെ, ഇത് ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്താൽ മാത്രമേ ഇത് PFC സർക്യൂട്ട് കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുമ്മാ വെട്ടിയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ 5 വോൾട്ട്, പിന്നെ മെയിൻ സപ്ലൈയിൽ വരുന്ന 12 വോൾട്ട്, 3.3 വോൾട്ട്, 5 വോൾട്ട് ഇങ്ങനെ മെയിൻ സപ്ലൈയിൽ പോകും. അത് ആംബിയർ കൂടിയ ടൈപ്പാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതിൽ പവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പച്ച കളർ, ഇവിടെ ഒരു പച്ച കളറിൽ വരുന്ന ഒരു വയറുണ്ട്. ഈ വയറും ഗ്രൗണ്ടുമായിട്ട് ഷോർട്ട് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ ഷോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ആക്റ്റീവിലോട്ട് കിടക്കും. അതിനുശേഷം നമുക്ക് ഒന്ന് പവർ കൊടുത്ത് നോക്കാം. അങ്ങനെ ആക്റ്റീവായി കിടക്കുമ്പോഴത്തേക്കും ഈ ഒരു ലൈറ്റ്, ആ ഒരു പച്ച കളർ LED ഓണായി തന്നെ കിടക്കും. അതിനുശേഷം നമുക്കിതിൽ എത്ര സപ്ലൈ ഒക്കെ വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വയറിൽ നിന്ന് തന്നെയാണ് ഞാൻ ഗ്രൗണ്ട് എടുക്കുന്നത്. വയറിൽ ഗ്രൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ഓരോ സപ്ലൈ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇവിടെ 11 വോൾട്ട് വരുന്നുണ്ട്, 5 വോൾട്ട് വരുന്നുണ്ട്, ഇത് ഗ്രൗണ്ട് 3.3 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇതിൽ മെയിൻ സ്റ്റാൻഡ് ബൈ വോൾട്ടേജിൻ്റെ സ്വിച്ചിങ് IC പോയിരുന്നതായിരുന്നു. അതും പോയി. അതിൻ്റെ കൂടെയുള്ള അതിന് 320 വോൾട്ട് കൊടുക്കുന്ന ഫ്യൂസബിൾ റെസിസ്റ്റൻസും കൂടെ കത്തിപ്പോയി. ഈ 2 സാധനം കൂടെ മാറിയപ്പോഴത്തേക്കും നമ്മുടെ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമറിന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.